പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂട്യൂബിൽ സബീലുർ റഷാദ് എന്ന് എഴുതിയതിന് തൊട്ടടുത്ത് തന്നെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടനും കൂടി കാണാം. നിങ്ങൾ അതൊന്ന് അമർത്തണേ. അറിവുകൾ പകർത്തുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത കാര്യം നോട്ടിഫിക്കേഷനായി വരാൻ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه الفائزين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലൗഡ് സ്പീക്കർ ജുമാ ഖുത്ബയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ ഒരു വാദപ്രതിവാദം നടക്കുകയുണ്ടായി. കേരളത്തിലെ ഏതെങ്കിലും മതസംഘടനകളുടെ ഔദ്യോഗിക ലേബലിൽ നടന്നതല്ല ആ സംവാദമെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിക്കുകയും ഉന്നത പദവികൾ വഹിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന MT അബൂബക്കർ ദാരിമിയും മുഹമ്മദ് സലീം ഫൈലി ഇർഫാനിയുമാണ് ജുമുഅ ഖുത്ബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് ജുമുഅ അസാധുവല്ല എന്നത് സമർത്ഥിക്കുവാൻ വേണ്ടി ആ വാദപ്രതിവാദത്തിൽ പങ്കെടുത്തത്. സംവാദത്തിൽ ഉടനീളം മഹാന്മാരായ ഫുഖഹാഇന്റെ ഇബാറത്തുകളിൽ തരികിട നടത്തുകയും പുകമറ സൃഷ്ടിക്കുകയും അട്ടിമറി നടത്തുകയും ചെയ്തതായി നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഇബാറത്തുകളിൽ ദഖലുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടാതിരിക്കില്ല. സംവാദത്തിലെ തരികിടകളും കുതന്ത്രങ്ങളും നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നതിന് മുൻപ് ചില വസ്തുതകൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. ജുമുഅ ഖുത്ബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഖുത്ബ സ്വഹീഹല്ല എന്നത് ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞതല്ല. മറിച്ച് കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ വിജ്ഞാന സാഗരങ്ങളായ പണ്ഡിത മഹത്തുക്കളുടെ അഭിപ്രായമാണത്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു വഫാത്തായി പോയ ഉലമാക്കളിൽ വമ്പരിൽ മുമ്പരായ മഹാനായ ശംസുൽ ഉലമാ മുഹമ്മദ് അഹ്മദ് ഖുത്ബി നവ്വറല്ലാഹു മർഖദഹു. ആരാണ് മഹാനവറുകൾ? കേരളത്തിലെ ഉലമാക്കളെ സകല ഉലമാക്കളുടെയും ഇൽമിന്റെ സനദുകളിലെ ആണിക്കല്ലായ മഹാനായ ശംസുൽ ഉലമാ മുഹമ്മദ് അഹ്മദ് ഖുത്ബി നവ്വറല്ലാഹു മർഖദ. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സനദും മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളില്ലാത്ത സനദില്ല. കേരളത്തിൽ ഇന്ന് ജീവിച്ചതും കഴിഞ്ഞ കാലങ്ങളിൽ വഫാത്തായി പോയ സകല ഉലമാക്കളും മഹാനായ ശംസുൽ ഉലമാ മുഹമ്മദ് അഹ്മദ് ഖുത്ബി തങ്ങളുമായി ദീനിന്റെ ഇൽമിന്റെ വിഷയത്തിൽ കടപ്പെട്ടിട്ടുണ്ട്. ആ മഹാനരായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളവറുകൾ ഒരു കാരണവശാലും ജുമുഅ ഖുത്ബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് അനുവദിച്ചിരുന്നില്ല. അവസാന നാളുകളിൽ തന്നെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന ആളുകളോട് മുഴുവനും ജുമുഅ ഖുത്ബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുത് എന്നും അതുപോലെ തന്നെ പള്ളികളിലേക്ക് തന്നെ ആ സാധനം കയറ്റരുത് എന്നും വളരെ ശക്തമായും ഉപദേശം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ചില കുബുദ്ധികൾ വസ്തുതകളെ അംഗീകരിക്കാതിരിക്കുകയും ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യാറുണ്ട്. മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങള് ലൗഡ് സ്പീക്കർ ജുമുഅ ഖുത്ബയിൽ ഉപയോഗിക്കുന്നതിനെതിരാണ് എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരുണ്ട്. അത്രക്കാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളിൽ ഒരാളും കാസർഗോഡ് ചന്ദ്രിക മംഗലാപുരം സംയുക്ത കാദിയുമായ താക്ക അഹ്മദ് മുസ്ലിയാരുടെ സംസാരമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. സ്പീക്കർ വന്നപ്പോൾ മാഷാ അല്ലാഹ് ഉലമാക്കളിലെ വലിയ ഒരു വിഭാഗം അത് പാടേയില്ല എന്ന് പറഞ്ഞു. എന്തേ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം അതായത് നിസ്കാരത്തില് ഇമാമിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് അതായത് നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നിസ്കാരത്തിന്റെ ഭാഗമാണ്. അതേ പ്രകാരം നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത് അത് ഇമാമിന്റെ ശബ്ദം കേൾക്കാനാണ്. ഇമാം ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദം കേട്ടാൽ ശരിയാവോ? ഖുതുബ ചുരുങ്ങിയത് 40 ആളെയെങ്കിലും കേൾപ്പിക്കണം എന്ന് ശറഅന്റെ കൽപ്പനയാണ്. ഖുതുബ ആരാണ് കേൾപ്പിക്കേണ്ടത്? ഇമാമാണ്. ഇമാമിന്റെ ശബ്ദമാണ് കേൾപ്പിക്കേണ്ടത്. ആ ഇമാമിന്റെ ശബ്ദം കേൾപ്പിക്കുന്നതിന് പകരം വേറൊരു ശബ്ദം കേൾപ്പിച്ചാൽ ശരിയാകുമോ? ഇല്ല. ഇതാണ് ഇത് ഉപയോഗിക്കുന്നതിലുള്ള പാടില്ല എന്ന് പറയുന്നതിനും പാടുണ്ട് എന്ന് പറയുന്നതിനുമുള്ള ഇല്ലത്ത് കാരണം. അപ്പോ അങ്ങനെ വലിയ പ്രശ്നമായി ഏതുവരെ നമ്മുടെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖുദ്ദിസ സിർറുഹു അവറുകള് ഏതെങ്കിലും പള്ളിയിൽ സ്പീക്കർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പള്ളിയിലേക്കേ പോകൂല. ഇന്നും നമ്മുടെ കേരളത്തിൽ എത്രയോ പള്ളികളുണ്ട് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ലോകത്ത് മുഴുവനുണ്ട്. ഉത്തരേന്ത്യൻ ഉലമാക്കളും അതിനോട് യോജിച്ചിട്ടില്ല. ഇന്ത്യയിലെ മുഫ്തി ഷഫീ പാകിസ്ഥാന്റെ മുഫ്തി ആമായിരുന്ന ഇന്ത്യയിൽ നിന്ന് പോയ ഏറ്റവും വലിയ മുഫ്തി അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല. അതേപ്രകാരം ഉത്തരേന്ത്യയിൽ അധികവും യോജിക്കുന്നില്ല. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട് ഇന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഷെയ്ഖ് ഹററി എന്ന പേരിൽ മഷൂറായ ഒരാളുണ്ട്, ആഫ്രിക്കയിലാണ്. അദ്ദേഹത്തിന്റെ ഖുർആനും ഹൈഫളാണ്. അതുപോലെ മുഴുവനും ഹൈഫളുള്ള വലിയ മഹാനാണ്. അദ്ദേഹം ഷാമിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ കുഴപ്പമുണ്ടായപ്പോ എവിടെയാണ് സാധി. പക്ഷെ ഇവരെയൊന്നും മീഡിയയിൽ കാണാത്തത് കൊണ്ടൊന്നും വിചാരിക്കണ്ട. അങ്ങനെ അദ്ദേഹം പോലും ഇതിനെന്താണ് എതിരാണ് എന്നും. അപ്പൊ എന്താ ഈ എതിരിന് കാരണം ഇതാണ്. ഈ പോയിന്റാണ് വ്യത്യാസം. അതായത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ഇമാമിന്റെ ശബ്ദം കേൾക്കണമെന്നാണ്. ആ ഇമാമിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ള സ്ഥാനത്ത് വേറൊരു ശബ്ദം കേട്ടാൽ അത് ശരിയാകുമോ? ഇല്ല. അത് തന്നെയാണ് ഖതീബ് കേൾപ്പിക്കേണ്ടതും ദേശത്തിന്റെ ശബ്ദം. അതിന് പകരം വേറെ ശബ്ദം കേൾപ്പിച്ചാൽ ശരിയാവൂല. അപ്പോ ഈ അവസ്ഥ വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസറത്ത് അവറുകളും ഒക്കെ ഏതുവരെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹം പള്ളിയിലേ പോവില്ല. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച പൊന്നാനി പള്ളിയിലെത്തിപ്പോയി. വേറെ എല്ലാ പള്ളികളിലും സ്പീക്കറുണ്ട്. അങ്ങനെ പൊന്നാനി എന്ത് ചെയ്യും നിസ്കരിക്കാൻ? അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കരണ്ട് പോയി. അന്നിങ്ങനെ ജനറേറ്ററൊന്നും ഇല്ലല്ലോ. കരണ്ട് പോയതോട് ആ വെള്ളിയാഴ്ച എന്താണ് അവിടെ സ്പീക്കർ ഇല്ലാത്ത ഖുത്ബ നടന്നു. കേട്ടോ, കേരള ഉലമാക്കളുടെ മുൻനിരയിൽ നിൽക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപദേഷ്ടാവായി വർത്തിക്കുകയും ചെയ്ത മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങൾ ലൗഡ് സ്പീക്കർ ജുമാ ഖുത്ബയിൽ ഉപയോഗിക്കുന്നതിനെതിരായിരുന്നു. തീർന്നില്ല. തെന്നിന്ത്യൻ മുഫ്തി ഷെയ്ഖ് ആദം ഹദറത്ത് അവറുകൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെയും ഉസ്താദായ ഷെയ്ഖ് ഹസൻ നസറത്ത് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. കാങ്ങാട്ടൂർ എന്നറിയപ്പെട്ടിരുന്ന മഹാനാർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. തഴവ മുഹമ്മദ് മുസ്ലിയാർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാനരും ലൗഡ് സ്പീക്കർ ഖുതുബയിൽ ഉപയോഗിക്കുന്നതിനെതിരാണ്. കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരെതിരാണ്. കീഴൂർ മുഹമ്മദ് മുസ്ലിയാർ എന്ന കുഞ്ഞിപ്പ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനെതിരാണ്. കാസർഗോഡ് ജില്ലയിലെ ആദൂരിലെ സാദാത്ത് കുടുംബത്തിലെ കിടയറ്റ വ്യക്തിത്വം മഹാനായ യഹ്യൽ അഹ്ദൽ നിരവധി കശ്ഫ് കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട മഹാനർ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരാണ്. AK കുഞ്ഞറവുട്ടി മുസ്ലിയാരെതിരാണ്. താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാരെതിരാണ്. താജുൽ ഉലമാ ഖുദ്വത്തുൽ മുഹഖഖീൻ വണ്ടൂർ ശൈഖുനാ അവർ
മഹാനവറുകൾ എതിരാണ്, ശംസുൽ ഉലമ കീഴനൂർ എതിരാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഉലമാക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്തിട്ടുള്ള വിഷയമാണ് ലൗഡ് സ്പീക്കർ ജുമുഅ ഖുതുബയിൽ ഉപയോഗിക്കുന്നത് എന്ന് ഈ സംവാദം നമ്മൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണം, മഹാനായ ശംസുൽ ഉലമ ഖുതുബി തങ്ങൾ അവറുകൾ ശാഫിഈ മദ്ഹബിലെ കിതാബുകൾ മനസ്സിലാക്കാൻ കഴിയാത്തവരായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞ ഈ മഹത്തുക്കളായ വിജ്ഞാന സാഗരങ്ങളായ പണ്ഡിതന്മാർ കിതാബ് മനസ്സിലാക്കാൻ കഴിയാത്തവരും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തിരിയാത്തവരുമായിരുന്നു. ഒരിക്കലുമല്ല, വിജ്ഞാന സാഗരങ്ങളായിരുന്നു അവർ കിതാബ് മനസ്സിലാക്കിയത് കൊണ്ടാണ്, കിതാബിന്റെ ഇബാറത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, തുഹ്ഫന്റെ ഇബാറത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, നിഹായയുടെ ഇബാറത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഇയാനത്തിന്റെ ഇബാറത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഫതുഹുൽ മുഈനിന്റെ ഇബാറത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വസ്തുത അവർ തുറന്നു പറയുകയും ഈ നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനിത് പറയാൻ കാരണം MT അബൂബക്കർ ദാരിമിയുടെ ഒരു വാക്കുണ്ട്, ഒരു ശബ്ദം, ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം. കുറെ ആൾക്കാരുണ്ട്, അവര് ഈ പിന്നെ എന്താ പറയാ പള്ളി ദർസിൽ ഓതുന്ന കുറെ ആലാത്തിന്റെ കിതാബുകളുണ്ട്. ആ കിതാബുകളൊന്നും തഹ്ഖീഖില്ലാതെ വെറും ഫിഖ്ഹിന്റെ ഇബാറത്ത് മാത്രം നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓൽക്ക് ഇത്തരം ബഹസുകൾ തിരിയില്ല. മറ്റേ മൈബദി, ഷറുൽ അഖായിദ്, ഷറുൽ മവാഖിഫ്, ഷറുൽ മഖാസിദ് ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ ഓതണേ. അത് ഓതിയിട്ട് വേണം തുഹഫി മൗലി നിഹായക്ക് അർത്ഥം വെക്കാൻ. ഖുർആനും ഹദീസൊക്കെ അത് ഓതിയിട്ട് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ആവിയിൽ ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ എന്താ. കേട്ടോ, പറയുന്നത് കേട്ടോ. പ്രിയപ്പെട്ട MT ദാരിമി, താങ്കൾ ആരെക്കുറിച്ചാണ് ഈ പരാമർശം നടത്തിയത്? മഹാനായ ശംസുൽ ഉലമ ഖുതുബി തങ്ങളെ കുറിച്ചാണോ? ശൈഖ് ആദം ഹദ്റത്തിനെ കുറിച്ചാണോ? മഹാനായ താജുൽ ഉലമ ശൈഖുന അവറുകളെ കുറിച്ചാണോ? ശംസുൽ ഉലമ കീഴനൂരെ കുറിച്ചാണോ? ലൗഡ് സ്പീക്കർ ജുമുഅ ഖുതുബയിൽ ഉപയോഗിച്ചാൽ ഖുതുബ സ്വഹീഹല്ല എന്ന് പറയുന്ന ഈ പണ്ഡിതന്മാരെ കുറിച്ചാണോ താങ്കൾ ഈ കടുത്ത പരാമർശം നടത്തിയിട്ടുള്ളത്? ആരെ കുറിച്ചാണെങ്കിലും വളരെ മോശമായി പോയി ആ പരാമർശം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ വിഷയത്തിലേക്ക് വരികയാണ്. ജുമുഅ ഖുതുബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധമില്ലെന്നും സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം സംസാരിക്കുന്നയാളുടെ ശബ്ദം തന്നെയാണെന്നും ശബ്ദം വലുതാക്കുക മാത്രമാണ് ലൗഡ് സ്പീക്കർ ചെയ്യുന്നതെന്നുമായിരുന്നു ഇക്കാലം എത്രയും ലൗഡ് സ്പീക്കർ പാസാക്കിയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനവർ ഉദാഹരണം പറയാറുമുണ്ട്. ഒരാളുടെ കൈവശമുള്ള അരി അത് അയാളുടെ അരിയല്ലേ? ആ അരി വേവിച്ച് ചോറായാലും അയാളുടേത് തന്നെയല്ലേ? ഒരാളുടെ കൈവശമുള്ള കോഴിമുട്ട, ആ കോഴിമുട്ട അദ്ദേഹത്തിൻ്റെതല്ലേ? ആ കോഴിമുട്ട കോഴിയായി മാറിയാലും അദ്ദേഹത്തിൻ്റെത് തന്നെയല്ലേ എന്ന് ഉദാഹരണം പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാറുണ്ട്. എന്നാൽ ഇക്കാലത്തും ഇതുപോലെയുള്ള സഫാഹത്തുകൾ വിളിച്ചു പറഞ്ഞാൽ ജനങ്ങൾക്ക് തങ്ങളുടെ വിവരക്കേടുകൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയ MT അബൂബക്കർ ദാരിമിയും സലീം ഫൈസി ഇർഫാനിയും പുതിയൊരു തരികിടയുമായിട്ടാണ് ഈ സംവാദത്തിലേക്ക് കടന്നു വന്നത്. വളരെ ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജുമുഅ ഖുതുബ എന്ന് പറഞ്ഞാൽ ശാരിഅ ഫർളുകളും ഷർത്തുകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഏതെല്ലാം ഷർത്തുകളും ഫർളുകളും പാലിക്കണമെന്ന് ശാരിഅ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതിന് ഭംഗം സംഭവിച്ചാൽ ആ ഇബാദത്തിന്റെ സിഹത്തിന് കോട്ടം സംഭവിക്കുന്നതാണ്. ജുമുഅ ഖുതുബ സ്വഹീഹാകണമെങ്കിൽ ഫുഖഹാ വിവരിച്ചിട്ടുള്ള ഷർത്താണ് ഇസ്മാഉ 40. ജുമുഅന്റെ അഹ്ലുകാരായ 40 പേരെ ഖതീബ് തന്റെ ശബ്ദം ഉയർത്തി ഖുതുബന്റെ ഫർളുകളെ കേൾപ്പിക്കണമെന്ന് മഹാന്മാരായ ഫുഖഹാ വിവരിച്ചിട്ടുണ്ട്.
ഈ വിവരണ പ്രകാരം ഖതീബാണ് തന്റെ ശബ്ദം ഉയർത്തേണ്ടത്. ഖതീബ് എന്തിനാണ് ശബ്ദം ഉയർത്തുന്നത്? തന്റെ മുന്നിലുള്ള ശ്രോതാക്കൾക്ക് ഖുതുബന്റെ ഫർളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ശബ്ദം ഉയർത്തുന്നത്. അപ്പോൾ അവർ കേട്ടിരിക്കേണ്ടതാണ്. അപ്പൊ ഖതീബ് തന്റെ ശബ്ദം ഉയർത്തണം. ആ ഉയർത്തുന്നതിന്റെ ഉദ്ദേശം കേൾപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശ്രോതാക്കൾ കേട്ടിരിക്കണം എന്നതാണ് ഫുഖഹാ വിവരിച്ചിട്ടുള്ളത്. ഇവിടെ ഖതീബ് തന്റെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കുന്നതിന് പകരം യന്ത്രത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേൾപ്പിച്ചാൽ മതിയാകുമോ ഇല്ലേ എന്നതാണ് തർക്കത്തിന്റെ മർമ്മം. ലൗഡ് സ്പീക്കറിന്റെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം എങ്ങനെയാണ് ലൗഡ് സ്പീക്കർ പുറത്തേക്ക് കേൾപ്പിക്കുന്നത് എന്ന് വളരെ ചുരുക്കി MT ദാരിമി വിവരിക്കട്ടെ. SCRTയുടെ ഊർജ്ജതന്ത്രത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്നത്, മൈക്രോഫോണിന് മുമ്പിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിപ്പിച്ചാൽ കോയിലിൽ ശബ്ദത്തിനനുസൃതമായ വൈദ്യുത സിഗ്നലുകൾ സംജാതമാകുന്നു. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ദുർബലമായതിനാൽ ഇവയെ ശക്തീകരിക്കുന്നതിനായി ആംപ്ലിഫയറിൽ എത്തിക്കുന്നു. ആംപ്ലിഫയറിൽ എത്തുന്ന സിഗ്നലുകൾ ശക്തി വർദ്ധിപ്പിച്ച ശേഷം ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. പുതിയ സൃഷ്ടിക്കപ്പെടുന്നല്ല, പുനഃസൃഷ്ടിക്കപ്പെടുന്നതാണ്. അവ പഴയ ശബ്ദത്തെ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഇത് ഊർജ്ജതന്ത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൈക്കയുടെ മുന്നിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നയാളുടെ ശബ്ദം മൈക്കിലൂടെ കയറിപ്പോവുകയല്ല. ഒരു പൈപ്പിലൂടെ നമ്മൾ സംസാരിച്ചാൽ ആ പൈപ്പിലൂടെ നമ്മളുടെ ശബ്ദം സഞ്ചരിക്കുന്നത് പോലെ ഈ മൈക്കിലൂടെ നമ്മളുടെ സംസാരം, നമ്മളുടെ ശബ്ദം സഞ്ചരിക്കുകയല്ല. നമ്മളുടെ ശബ്ദോർജം വൈദ്യുതിയായി മാറുകയാണ്. അഥവാ മൈക്കിന്റെ മുന്നിൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ കോയിൽ ശബ്ദത്തിനനുസൃതമായ സിഗ്നലുകളാണ് ഉണ്ടാകുന്നത്, ശബ്ദമല്ല. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ദുർബലമായതിനാൽ, മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ വളരെ ദുർബലമായതിനാൽ ഇവ ശക്തീകരിക്കുന്നതിനായി ആംപ്ലിഫയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആംപ്ലിഫയറിൽ എത്തിയ സിഗ്നലുകളെ ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുതി ശക്തീകരിച്ചതിനു ശേഷം ലൗഡ് സ്പീക്കറിലേക്ക് വിടുകയും അവിടെ നിന്ന് പുനർനിർമ്മിക്കുകയാണ് ശബ്ദത്തെ. എന്ന് വെച്ചാൽ മൈക്രോഫോൺ മുതൽ ലൗഡ് സ്പീക്കറിൽ എത്തുന്നത് വരെ വൈദ്യുതിയാണുള്ളത്, ശബ്ദമല്ല. ഇതുതന്നെയാണ് ജാഫർ വഹബി സംവാദത്തിൽ വിശദീകരിച്ചതും. അതൊന്ന് കേട്ടു നോക്കൂ. സംസാരിക്കുന്നവന്റെ ശബ്ദം സ്പീക്കറിലെത്തുന്നില്ലെന്നും മാത്രമല്ല, അതുകൊണ്ടുണ്ടാക്കപ്പെടുന്ന വൈദ്യുത സിഗ്നൽ പോലും സ്പീക്കറിലെത്തുന്നില്ലെന്നും, മറിച്ച് പുറമെ നിന്ന് പ്രയോഗിക്കുന്ന വൈദ്യുതിയാണ് ആംപ്ലിഫയറിൽ നിന്ന് ആംപ്ലിഫൈഡ് സിഗ്നലായി വരുന്നതെന്നും, യാതൊരു വിധേനയും ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നും, തീർത്തും ആംപ്ലിഫയറിന്റെ സൃഷ്ടിയായ ഈ ആംപ്ലിഫൈഡ് സിഗ്നൽ ഉപയോഗിച്ചാണ് ലൗഡ് സ്പീക്കർ ശബ്ദം സൃഷ്ടിക്കുന്നതെന്നും വളരെ വ്യക്തമായി ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം വിവരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ബൈക്കിന്റെ മുന്നിൽ സംസാരിച്ചയാളുടെ ശബ്ദമല്ല ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കുന്നത്. മൈക്കിന്റെ മുന്നിൽ സംസാരിച്ചയാളുടെ ശബ്ദത്തിന് സമാനമായ ഒരു ശബ്ദം ലൗഡ് സ്പീക്കർ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ശബ്ദമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഖുതുബയുടെ ബാബിൽ ഫുഖഹാ പറഞ്ഞത് എന്താണ്? ഖതീബ് തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് 40 ആളുകളെ കേൾപ്പിക്കണമെന്നാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഖതീബിന്റെ ശബ്ദത്തിന് സമാനമായ ശബ്ദം ലൗഡ് സ്പീക്കർ സൃഷ്ടിച്ചിട്ട് ആ ശബ്ദമാണ് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഖഹാ പറഞ്ഞ ശർത്ത് പാലിക്കപ്പെടുന്നില്ല. അതിനാൽ തന്നെ ഖുതുബ സ്വഹീഹല്ല എന്നാണ് മൈക്ക് ജുമുഅ ഖുതുബയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ ജുമാ ഖുതുബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഖുതുബ അസാധുവാവുകയില്ല എന്ന് വസ്തുനിഷ്ഠമായി സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ MT അബൂബക്കർ ദാരിമിയും സലീം ഫൈസി ഇർഫാനിയും വിചിത്രമായ ഒരു തരികിടയാണ് വാദപ്രതിവാദത്തിൽ നടത്തിയിട്ടുള്ളത്. ശബ്ദം എന്നത് അറളാണെന്നും അത് രണ്ട് സമാനിൽ ബഖാഇൽ നിന്നും മിസ്ലുകളാണ് കേൾക്കുന്നതെന്നും അതിനാൽ ഖതീബിന്റെ ശബ്ദത്തിന്റെ മിസ്ലാണ് ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്നതെന്നുമാണ് MT അബൂബക്കർ ദാരിമി വാദപ്രതിവാദത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. കാരണം ശബ്ദം എന്നുള്ളത് ഒരു അറബാണ്, ഒരു ഗുണമാണ്. അറബുകൾ അവ ഉണ്ടാകുന്ന തൽക്ഷണം തന്നെ നാമാവശേഷമാവുകയും തത്തുല്യമായത് പുതുതായി ഉണ്ടാവുകയുമാണെന്നാണ് ഇമാം അശ്അരിയും പല മുഹദ്ദിഖീങ്ങളും പറഞ്ഞിട്ടുള്ളത്. ജംഉൽ ജവാമീൽ പ്രബലമാക്കിയതും അതുതന്നെയാണ്. ജംഉൽ ജവാമീൽ 2:427 നോക്കുക. ശബ്ദങ്ങൾ ഏതായാലും അങ്ങനെ തന്നെയാണെന്നുള്ളതിന് ഇത്തിഫാഖുണ്ട് എന്നാണ് ഇമാമുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഖതീബിന്റെ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ശബ്ദം തന്നെ മതിയാകുമെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ പരിവർത്തിച്ചു വരുന്ന പുനർശബ്ദം ഏതായാലും മതിയാകേണ്ടതാണ്. പാവം ദാരിമി ജുമുഅ ഖുതുബയിൽ ലൗഡ് സ്പീക്കർ ജായിസാക്കാൻ വേണ്ടി കിടന്നുപെടുന്ന പാട് കണ്ടോ? സംഅ, ബസർ, സൗത്ത്, ഹറക്കത്ത് ഇവയെല്ലാം അറാളുകളാണെന്ന് ചില ഇമാമുകൾ അതുമായി ബന്ധപ്പെട്ട് വിവരിച്ചിട്ടുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ ബഹസുകൾ ഇത് സംബന്ധമായിട്ടുണ്ട്. പക്ഷേ ശബ്ദമെന്നാൽ അറുവാണെങ്കിലും അത് മസ്മൂ അല്ലേ ദാരിമി? ശബ്ദമെന്നാൽ കേൾക്കപ്പെടാത്തതാണോ? ശബ്ദത്തിന്റെ തഅരീഫ് എന്താണ് ദാരിമി? അസ്സൗതു കൈഫിയത്തുൻ ഖായിമത്തുൻ ബിൽ ഹവാഇ യഹ്മിലുഹാ ഇല സ്വിമാഖി എന്നല്ലേ അതിന്റെ തഅരീഫ്. കർണപുടങ്ങളിലേക്ക് ഹവ വഹിച്ചെത്തിക്കുന്ന ഹവയിൽ നിലകൊള്ളുന്ന കൈഫിയത്തല്ലേ സൗത്ത്. ഫൽ ഇഹ്സാസു ബിസ്സൗതി യതവഖഫു അലാ അൻ യസിൽ ഹവാഹുൽ ഹാമിലു ലഹു ഇല സ്വിമാഖി. അപ്പോ കർണപുടങ്ങളിലേക്ക് ഹവ വഹിച്ചുകൊണ്ടെത്തിച്ചാലല്ലേ സൗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയുള്ളൂ. ശബ്ദം കർണപുടങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഹവയുടെ ആവശ്യമില്ലേ? തീർച്ചയായും ഉണ്ടല്ലോ. എങ്കിൽ ഒരാളിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ശബ്ദമല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം? തീർച്ചയായും ആണ്. എങ്കിൽ പിന്നെ മൈക്കിന്റെ മുന്നിൽ സംസാരിക്കുന്നയാളുടെ ശബ്ദം വൈദ്യുതിയായി മാറിയതിനു ശേഷം ലൗഡ് സ്പീക്കറിൽ പുനർനിർമ്മിക്കപ്പെടുന്ന ആ ശബ്ദം സംസാരിച്ച ഇയാളുടെ തന്നെ ശബ്ദമാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഒരിക്കലും അത് സംസാരിച്ചയാളുടെ ശബ്ദമല്ല. സംസാരിച്ചയാളുടെ ശബ്ദം മൈക്കിന്റെ മുന്നിൽ നഷ്ടപ്പെടുകയും ലൗഡ് സ്പീക്കറിൽ സമാന ശബ്ദം നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. ആ നിർമ്മിക്കപ്പെട്ട ശബ്ദം ഖുതുബയിൽ കേട്ടാൽ പറ്റുകയില്ല. ഖതീബ് തന്റെ ശബ്ദം ഉയർത്തി 40 ആളുകളെ കേൾപ്പിക്കണമെന്നാണ് ഫുഖഹാ പറഞ്ഞിട്ടുള്ളത്. ആ ഷർത്താണ് ഫുഖഹാ പറഞ്ഞിട്ടുള്ളത്. ആ ഷർത്ത് ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുതുബ സ്വഹീഹാവുകയില്ല എന്ന ഉലമാക്കളുടെ അഭിപ്രായം 100% ശരി തന്നെയാണ്. അതുകൊണ്ട് ദാരിമി ശബ്ദം അർവാണെന്നും രണ്ട് സമാനിൽ അതിന് ബഖായില്ല എന്നുമൊക്കെ പറഞ്ഞ് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ ഗഹനമായി ചർച്ച ചെയ്ത ദഖീഖായ ഇൽമുകൾ ഫുഖഹാഇന്റെ ഇബാറത്തുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അല്ലെങ്കിലും ഫതുഹുൽ മുഈന്റെയും ഇയാലത്തിന്റെയും ഇബാറത്തുകൾ മനസ്സിലാക്കാൻ മാത്രം ഫഹ്മില്ലാത്ത താങ്കളാണോ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ വിവരിച്ച ദഖീഖായ ഇൽമിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്? ഇനിയും നോക്കൂ ഇവരുടെ തരികിട. ഇസ്മാഇ എന്നാൽ റഫ്ഉ സൗത്താണ്. അതുകൊണ്ട് തന്നെ ഖതീബ് ശബ്ദം ഉയർത്തിയാൽ മതി. ഇസ്മാഇ എന്ന ഷർത്ത് പാലിക്കപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥത്തിലും ഇത് കാണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. സമാ ഇല്ലാതെ ഇസ്മാഇ സ്വഹീഹാകുമെന്നത് മഹാന്മാരായ ഫുഖഹാക്കളുടെ ഇബാറത്തുകളിൽ ഇവർ നടത്തുന്ന തരികിടയാണ്. എവിടെയെല്ലാം ഇസ്മാഇന് തസ്വീർ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം കാണാം ബിഹൈസു യസ്മഊന ലൗ അസ്ഗൗ ഇലൈഹി എന്ന്. ഖതീബ് ഖുതുബന്റെ ഫർളുകളെ ശ്രോതാക്കളെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കേൾപ്പിക്കേണ്ടത്? ഖതീബ് തന്റെ ശബ്ദം ഉയർത്തിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്. ബിഹൈസു യസ്മഊന ലൗ അസ്ഗൗ ഇലൈഹി.
ആളുകൾ ശ്രോതാക്കൾ കാതുകൊടുത്താൽ കേൾക്കത്തക്ക വിധത്തിൽ ഖതീബ് തന്റെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കണം എന്നു തന്നെയാണ് ഫുഖഹാ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. ജുമുഅ ഖുതുബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കൽ ജായിസാണ് എന്ന് തങ്ങളുടെ മുൻഗാമികളായ നേതാക്കന്മാർ തീരുമാനിച്ച ആ തെറ്റായ തീരുമാനത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഫുഖഹാഇന്റെ കിതാബുകളിലെ ഇബാറത്തുകളിൽ ഇவ்விதം തരികിട നടത്തുന്നത് കടുത്ത അപരാധമാണ്. ദാരിമി കടുത്ത അപരാധമാണ്. ഇനിയും നോക്കൂ, മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം ദാരിമി തട്ടിവിടുന്നത്. لا تجب الجمعة ولا 40 بعضهم أصم ولا تصح مع وجود لغط يمنع سماع ركن الخطبان. ഖുതുബയുടെ റുക്നിന്റെ കേൾവിയെ തടയുന്ന ലഗത്ത് ഉണ്ടായാലും സഹീഹല്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് പറയാണ് വൈൻ ഖാലഫ ഫീഹി ജംഅൻ കസീറുന ഫലം യസ്തരിതു ഇല്ലൽ ഹുദൂറ ഫഖത്ത്. ഹുദൂർ ഫഖത്ത്, അവിടെ സന്നിഹിതരാകൽ മാത്രം ഉണ്ടായാൽ മതി. കേട്ടില്ലേ എത്ര ലാഘവത്തോടെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയിൽ ഇദ്ദേഹം തരികിട നടത്തിയത്. ബിൽ ഖുവ സമാഓടുകൂടെയുള്ള ഹുദൂർ അല്ലാത്ത ഒരു കേവലം ഹുദൂർ തുഹ്ഫയിൽ വിവരിച്ചിട്ടില്ല, ഫതുഹുൽ മുഈനിൽ വിവരിച്ചിട്ടില്ല, ഇആനത്തിലും വിവരിച്ചിട്ടില്ല. ഇമാമുകളുടെ പേരിൽ പച്ചക്കള്ളമാണ് ഈ ദാരിമി പറഞ്ഞിട്ടുള്ളത്. ദാരിമി താങ്കൾക്ക് തുഹ്ഫ മനസ്സിലായിട്ടില്ല, ഫതുഹുൽ മുഈനും മനസ്സിലായിട്ടില്ല, ഇആനത്തും മനസ്സിലായിട്ടില്ല. ശരിയായ ഗുരുത്വവും പൊരുത്തവുമുള്ള ഒരു ഉസ്താദിൽ നിന്ന് ശരിയായ വിധം കിതാബോധി പഠിക്കണമെന്ന് പ്രിയപ്പെട്ട ദാരിമിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജില വ ഇസ്മാഉ 40 എന്ന ആ മത്നിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, വയുഅ്തബറു അലൽ അസ്ഹഹ് ഇൻദ ശൈഖൈനി. ഇമാം നവവി ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുമാ രണ്ടാളെടുക്കലും അസ്ഹഹ് പ്രകാരം പരിഗണനീയമാണ്. വഗൈരിഹിമ അവർ രണ്ടാളല്ലാത്തവരുടെ അടുത്തും പരിഗണനീയമാണ്. സമാഉഹും അവർ കേൾക്കൽ, അതായത് 40 ആളുകൾ കേൾക്കൽ അല്ലെങ്കിൽ 39 ആളുകൾ കേൾക്കൽ, ലഹ ആ ഖുതുബയെ ബിൽ ഫിഇലി പ്രകാരം കേൾക്കണം, ലാ ബിൽ ഖുവതി ബിൽ ഖുവ പ്രകാരമല്ല. അപ്പോൾ ഫലാ തജ്ബുൽ ജുമുഅതു ജുമുഅ നിർബന്ധമാവുകയില്ല. അല 40 40 ആളുകളുടെ മേൽ. ബഅദുഹും അവരിൽ ചിലർ സുമ്മുൻ ചെവി കേൾക്കാത്തവരാണ്. വലാ തസിഹു അതുപോലെ തന്നെ സ്വഹീഹാവുകയില്ല. മഅ വുജൂദിൽ ലഗ്തിൻ അപശബ്ദം ഉള്ളതോടൊപ്പം. എങ്ങനെയുള്ള അപശബ്ദം? യംനഉ സമാഅ റുക്നിൻ ഫർളുകളെ കേൾക്കുന്നതിനെ തടയുന്ന വിധത്തിലുള്ള ലഗ്ത്ത് കൊണ്ടും സഹീഹാവുകയില്ല. ലഗ്ത്ത് ഉണ്ടെങ്കിലും സഹീഹാവുകയില്ല. അലൽ മുഅ്തമദി മുഅ്തമദ് പ്രകാരം. ഫീഹിമാ ചെവി കേൾക്കാത്തതിലും അപശബ്ദത്തിലും. വൈൻ ഖാലഫ ഫീഹി ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും ശരി. കസീറൂന അധിക പേരും, അവിൽ അക്സറൂന അല്ലെങ്കിൽ വളരെ കൂടുതൽ പേരും. ഫലം യഷ്തരിതു അവർ നിബന്ധനയാക്കിയിട്ടില്ല. ഇല്ലൽ ഹുദൂറ സന്നിഹിതരാകലിനെയല്ലാതെ. ഫഖത്ത് ബിൽ ഫിഇൽ പ്രകാരമുള്ള കേൾവി ആവശ്യമില്ല, സന്നിഹിതരായാൽ മതി. അത് മാത്രമാണ് അവർ ഷർത്താക്കിയിട്ടുള്ളത്. വഅലൈഹി ഇതിന്റെ മേൽ യദുല്ലു കലാമ ശൈഖൈനി ശൈഖൈനിയുടെ കലാം അറിയിക്കുന്നുണ്ട്. ഫീ ബഅദിൽ മവാദിഇ ചില സ്ഥലങ്ങളില്. വഅലൈഹി എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ശർവാനിയിൽ കാണാം, ഐ അലസ്തിറാത്തിൽ ഹുദൂരി വസ്സമാഇ ബിൽ ഖുവ്വതി ഫഖത്ത്. അക്സറുകൾ ഷർത്താക്കിയത് ബിൽ ഖുവ സമാഓടുകൂടെയുള്ള ഹുദൂറിനെയാണ് അവർ ഷർത്താക്കിയിട്ടുള്ളത്. ഐ അലസ്തിറാത്തിൽ ഹുദൂരി സന്നിഹിതരാകണമെന്നവർ ഷർത്താക്കി. വസ്സമാഇ ബിൽ ഖുവ്വതി ബിൽ ഖുവ സമാഇ വേണം എന്ന് അവർ ഷർത്താക്കി. ഫഖത്ത് അത്രമാത്രമാണ് ഷർത്താക്കിയത്.
ബിൽ ഫിഇൽ പ്രകാരം കേൾക്കണമെന്നത് അവർ ഷർത്താക്കിയിട്ടില്ല എന്നതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പറയാത്തത് ഇമാം അവറുകളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ദാരിമി മുറിവിദ്യ കൊണ്ട് ദീൻ തകർക്കാൻ നടക്കരുത് എന്നറിയിക്കുന്നു. ഖുത്ബന്റെ ഫർള് ഖതീബ് കേൾപ്പിക്കുമ്പോ അത് കേൾക്കൽ ഷർത്താണ്. ആ കേൾക്കുക എന്നത് രണ്ട് രൂപത്തിൽ നടക്കും. ഒന്നിരിക്കൽ ബിൽ ഫിഇൽ പ്രകാരം കേൾക്കുക, അല്ലെങ്കിൽ ബിൽ ഖുവ പ്രകാരം കേൾക്കുക എന്നതാണ്. ഈ ബിൽ ഫിഇൽ പ്രകാരവും ബിൽ ഖുവ പ്രകാരവും അല്ലാതെ കേവലം ഹുദൂർ മാത്രം മതി, കേൾക്കണമെന്നില്ല. ബിൽ ഖുവ സമാവും വേണ്ട, ബിൽ ഫിഇൽ സമാവും വേണ്ട, ഹുദൂർ മാത്രം മതി എന്നത് ഇമാമിങ്ങളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പാണ്. എന്താണ് ബിൽ ഖുവ സമാഅ് എന്ന് ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. ലൗ അസ്ഗൗ ഇലൈഹി ലസമിഉ, കാതു കൊടുത്താൽ കേൾക്കാൻ കഴിയുക, ശ്രദ്ധിച്ചാൽ കേൾക്കുക, ഇതാണ് ബിൽ ഖുവ സമാഅ്. ശ്രദ്ധിച്ചാലും കേൾക്കാൻ കഴിയാത്തതാണ് ബിൽ ഖുവ സമാഅ് എന്ന് ദാരിമിയും ഇർഫാനിയും മനസ്സിലാക്കിയത് ശുദ്ധമായ വിവരക്കേട് തന്നെയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിലെ ഇസ്മാഉ അർബഈന എന്നതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം റംലിയും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഇത് പറയുന്നത്. കേൾക്കലും ഷർത്താണ്. കേൾപ്പിക്കൽ ഖതീബിന് ഷർത്തായതുപോലെ ആ കേൾപ്പിക്കൽ ഷർത്താണ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുക എന്നതും ഷർത്താണ്. സമാഉം ഷർത്താണ്. സമാഉ ഷർത്താണ് എന്ന് പറയുന്നിടത്താണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ബിൽ ഫിഇൽ സമാഉ വേണമെന്ന് പറയുന്നത്. അവിടെയാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു ബിൽ ഖുവ സമാഉ മതി എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും സമാഉ വേണമെന്ന് പറയുമ്പോൾ ദാരിമി വന്നിട്ട് പറയുന്നു, ഇർഫാനി വന്നിട്ട് പറയുന്നു ഹുദൂർ മാത്രം മതി എന്ന്. ആര് പറഞ്ഞു നിങ്ങളോടിത്? ആര് പഠിപ്പിച്ചു നിങ്ങൾക്കിത്? അതുകൊണ്ട് പറയട്ടെ, ലൗഡ് സ്പീക്കർ ജായിസാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ നാളിതുവരെ നിങ്ങളുടെ നേതാക്കളും പണ്ഡിതരും നൽകിക്കൊണ്ടിരുന്ന സകല വിശദീകരണങ്ങളെയും തിരുത്തി പൊളിച്ചെഴുതി ഇമാമുകളുടെ കിതാബുകളിൽ തരികിട നടത്തിയ സലീം ഇർഫാനിയും MT ദാരിമിയും അറിയുക, വരും നാളുകളിൽ നിങ്ങൾ ഉത്ഭുതരായ പണ്ഡിത വിദ്യാർത്ഥികളുടെ ചോദ്യശരങ്ങളേറ്റി പിടഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നോർക്കുക. എനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്മുൽ ഐനൈനി എന്ന ഗ്രന്ഥം വായിച്ചുകൊണ്ട് ഇത് സംബന്ധമായ ഇത്തിഫാഖ് ജഅഫർ വഹബി സംവാദത്തിൽ കേൾപ്പിച്ചപ്പോൾ ആ ഭാഗം വായിച്ചുകൊണ്ട് സലീം ഫൈസി ഇർഫാനി തരികിട നടത്തിയിട്ട് അപഹാസ്യനാവുന്നതാണ് സംവാദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇമാമിങ്ങളുടെ കിതാബ് മനസ്സിലാക്കാതെ, ഇബാറത്ത് മനസ്സിലാക്കാതെ, ഇസ്തിലാഹ് മനസ്സിലാക്കാതെ സംവാദവുമായി ഓടി നടക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, സാവകാശം നിങ്ങളൊന്നിരിക്കണം, എന്നിട്ട് കിതാബ് ഓതി പഠിക്കണം. കിതാബ് മനസ്സിലാകുന്നില്ല എങ്കിൽ തിരിയുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇതിനുശേഷം നിങ്ങൾ സംവാദത്തിനിറങ്ങുക. ഇനി ഇസ്മുൽ ഐനൈനിൽ എന്താണ് പറഞ്ഞത്? വലാ യക്ഫി, മതിയാവുകയില്ല, ഫീ ഇസ്മാഇൽ 40 ആളുകളെ കേൾപ്പിക്കൽ, അൽ ഖുതുബത ഖുതുബയെ, ഇസ്മാഉഹും അവരെ കേൾപ്പിക്കൽ, ബിൽ ഖുവതി ബിൽ ഖുവ പ്രകാരം കേൾപ്പിക്കൽ. എന്താണ് ബിൽ ഖുവ? ഐ ബിഹൈസു യകൂനൂന ലൗ അസ്ഗൗ ലസമിഉ, ശ്രദ്ധിച്ചാൽ കാതു കൊടുത്താൽ കേൾക്കുക എന്ന വിധത്തിൽ, എന്ന രൂപത്തിൽ കേൾപ്പിക്കൽ മതിയാവുകയില്ല. ഇന്ദ ഹജ്, ഇബ്നു ഹജർ തങ്ങളുടെ അടുക്കൽ, ഇത് ശർത്ത് ഇൻദഹു, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഷർത്ത് സമാഉഹും ബിൽ ഫിഇൽ പ്രകാരം കേൾക്കണമെന്നാണ്. വഖാല ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു, യക്ഫി ബിൽ ഖുവതി, ബിൽ ഖുവ പ്രകാരം മതി. അപ്പോ ഫലാ തസിഹു, സഹിയാവുകയില്ല, ബിത്തിഫാഖിഹിമാ, ഇമാം റംലിയുടെയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുമായുടെയും ഇത്തിഫാഖ് പ്രകാരം സ്വഹിയാവുകയില്ല. മഅ ഇസ്റാറിൻ, പതുക്കയാക്കലോടുകൂടെ,
ഔ സ്വമമിൻ അല്ലെങ്കിൽ ബധിരതയോടുകൂടെ, ഔ ലഗത്തിൻ അല്ലെങ്കിൽ അപശബ്ദത്തോടുകൂടെ, ഔ നൗമിൻ അല്ലെങ്കിൽ ഉറക്കോടുകൂടെ, യംനഉ സമാഅ റുക്നിൻ റുക്നിന്റെ കേൾവിയെ തടയുന്ന, അലാ മാ ഫീഹി അതിലുള്ള ഒന്നോടുകൂടെ, അതായത് ബിൽ ഫീൽ പ്രകാരവും ബിൽ ഖുവ പ്രകാരവും ലഗത്ത് നൗമ് എന്നതിന് അവർ നൽകിയിട്ടുള്ള വിശദീകരണത്തോടുകൂടെ. ഒന്നുകൂടി വിശദീകരിച്ചാൽ, ഖുതുബ 40 ആളുകളെ കേൾപ്പിക്കുന്നതിൽ ബിൽഖുവ സമാ മതിയാവുകയില്ല. ബിൽഖുവ സമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയുക, ഇത് മതിയാവുകയില്ല. കാരണം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ബിൽഫീൽ കേൾക്കണമെന്നാണ് ഷർത്താക്കിയിട്ടുള്ളത്. പക്ഷേ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു ബിൽഖുവ മതി, ബിൽഖുവ സമാ മതി, ബിൽഫീൽ സമാ വേണ്ട എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു. അപ്പൊ രണ്ടാളും, ഇമാം ഇബ്നു ഹജറും ഇമാം റംലിയും രണ്ടാളും സമാ വേണം എന്ന് പറയുന്നു. ഇത് വിവരിച്ചതിനു ശേഷം ഇസ്മിദുൽ ഐനൈനി പറയുകയാണ്, ഫലാ തസ്ഹു ബിത്തിഫാഖിഹിമാ രണ്ടാളുടെയും, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം റംലിയുടെയും രണ്ടാളുടെയും ഇത്തിഫാഖ് പ്രകാരം സഹീഹാവുകയില്ല. മഅ ഇസ്റാരിൻ പതുക്കെ ഓതലോടുകൂടി സഹിയാവൂല, സ്വമമോടുകൂടി സഹിയാവൂല, ലഗത്തോടുകൂടി സഹിയാവൂല, നൗമോടുകൂടി സഹിയാവൂല. യംനഉ സമാഅ റുക്നിൻ ഏതെങ്കിലും റുക്നിനെ കേൾക്കുന്നതിനെ തടയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ഖുതുബ സഹീഹാവുകയില്ല. ഇതിൽ ഇത്തിഫാഖുണ്ട്. അലാ മാ ഫീഹി ബിൽ ഫീൽ പ്രകാരവും ബിൽ ഖുവ പ്രകാരവുമുള്ള ഇതിലുള്ള വിശദീകരണത്തോടുകൂടെ, അതായത് ഖലീലായ നൗമും ലഗ്തും എന്തല്ല ബിൽ ഖുവക്കാരുടെ അടുത്ത് പ്രശ്നമല്ല, അതേസമയം ബിൽഫീലുകാരടുത്ത് ഇത് പ്രശ്നമാണ്. ഈ വിശദീകരണത്തോടുകൂടെ അലാ മാ ഫീഹി അതിലുള്ള ആ ഒരു വിശദീകരണത്തോടുകൂടെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഇമാം റംലി റളിയല്ലാഹു അൻഹും ഇസ്മാഇ വേണം എന്നതിൽ ഇത്തിഫാഖായിട്ടുണ്ട് എന്നാണ് ഇസ്മിദുൽ ഐനൈനി വിശദീകരിച്ചത്. ഇത് വളരെ വ്യക്തമായി ഇസ്മുദുൽ ഐനി പറഞ്ഞപ്പോൾ ഈ ഇബാറത്ത് ജഅഫർ വഹബി സംവാദത്തിൽ വായിച്ചപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത സലീം ഇർഫാനിയും എംടി ദാരിമിയും ഇസ്മുദുൽ ഐനിയുടെ ഈ ഇബാറത്തിലും തരികിട നടത്താനാണ് ശ്രമിച്ചത്. എന്നിട്ട് എന്താ വിശദീകരിച്ചത്? അലാമാ ഫീഹി എന്ന് പറഞ്ഞാൽ ഫീഹി നദറുൻ എന്നാണ്, എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ അപഹാസ്യരാകാൻ നിൽക്കുന്നത്? ഇസ്മുദുൽ ഐനൈനിൽ ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറയാ, എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ നദറുണ്ട് എന്നും പറയുക. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിവരക്കേടാണ്. ഇമാമുമാരുടെ കിതാബുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ വാദപ്രതിവാദത്തിൽ വന്ന് മുട്ടിയപ്പോൾ ഇമാമുമാരുടെ കിതാബുകൾ തരികിട നടത്തുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബുകളിൽ തരികിട നടത്തി പുകമറ സൃഷ്ടിച്ച് അട്ടിമറി സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ലൗഡ് സ്പീക്കർ ഖുതുബ ജായിസാക്കുമ്പോൾ, അത് അനുവദനീയമാക്കുമ്പോൾ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങളെ നിങ്ങൾ ഓർക്കണമായിരുന്നു. മഹാനായ ശൈഖ് ആദം ഹദ്റത്തിനെ നിങ്ങൾ ഓർക്കണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരില്ലേ, ആ പണ്ഡിതന്മാർ അവർ കിതാബ് മനസ്സിലാക്കാത്ത ആളുകളല്ല എന്നെങ്കിലും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കണമായിരുന്നു. ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയും അവരുടെ ഫത്വകളെയും നിങ്ങൾ തട്ടിമാറ്റിയിട്ട് ജുമാ ഖുതുബയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട്
പള്ളിയായ പള്ളികളിൽ മുഴുവനും ഈ ലൗഡ് സ്പീക്കർ നിങ്ങൾ കയറ്റിയിട്ട് ലൗഡ് സ്പീക്കറിന്റെ ഉപയോഗം ഒരു ശാപമായി മാറിയിട്ടുണ്ടെന്നും ഒരു പള്ളിയിലേക്കും കയറാൻ പറ്റുന്നില്ല എന്നും ഇബാദത്തിൽ ഇതൊരു കളിയായി ഉപയോഗിക്കുന്നു എന്നും നിങ്ങളുടെ നേതാക്കളും ആളുകളും തന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയ ഈ കാലത്തും എന്റെ പ്രിയപ്പെട്ട MT ദാരിമി ദുർന്യായങ്ങളും തരികടകളും നടത്തി ഇബാദത്തുകൾ ഫാസിദാക്കുവാനും യന്ത്രവൽക്കരിക്കുവാനും താങ്കൾ നടത്തുന്ന പരിശ്രമം തീർത്തും ഇബാദത്തുകൾക്ക് നേരെയുള്ള അതിക്രമമാണ്. താങ്കൾ വിശദീകരിച്ചതുപോലെ ശബ്ദം എന്നത് അറളാണ്. 2 സമാനിൽ അതിന് ബഖാ ഇല്ല, മിസ്ലുകൾ മാത്രമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുന്നതും മിസ്ലാണ്. അതുകൊണ്ട് മൈക്ക് ഖുതുബയിൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഖുതുബ റെക്കോർഡ് ചെയ്തു വെച്ചാലും മതിയാവൂലേ ദാരിമി? കാരണം ശബ്ദത്തിന്റെ മിസിലേ കേൾക്കുന്നുള്ളൂ. മൈക്കിലൂടെ കേൾക്കുന്നതും ശബ്ദത്തിന്റെ മിസിലാണ്, റെക്കോർഡ് ചെയ്താലും കേൾക്കുന്നത് ശബ്ദത്തിന്റെ മിസിലാണ്. മിസില് കേട്ടാ മതിയെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടും കേട്ടാ പോരേ ദാരിമി? അപ്പൊ ഖതീബിന്റെ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ശബ്ദം തന്നെ മതിയാകുമെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ പരിവർത്തിച്ചു വരുന്ന പുനർശബ്ദം ഏതായാലും മതിയാകേണ്ടതാണ്. അപ്പൊ ഖതീബിന്റെ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ശബ്ദം തന്നെ മതിയാകുമെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ പരിവർത്തിച്ചു വരുന്ന പുനർശബ്ദം ഏതായാലും മതിയാകേണ്ടതാണ്. താങ്കൾ പറഞ്ഞതെന്താ? ഖതീബിന്റെ വായയിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നത് മിസില്, അത് സ്വഹീഹാകുമെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുന്നത് ഏതായാലും ശരിയാകേണ്ടത് എന്നാണ് താങ്കൾ പറഞ്ഞത്. എങ്കിൽ പിന്നെ മറ്റു ഉപാധികളൊക്കെ സ്വഹീഹാകാനുള്ള ഉപാധികളൊക്കെ സ്വീകരിച്ചിട്ട് ഖതീബ് തന്റെ ഖുതുബ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ റെക്കോർഡ് കേൾപ്പിച്ചാൽ ഏതായാലും സഹീഹാകണ്ടേ ദാരിമി? പുതിയ പുതിയ ഉപകരണങ്ങളും മറ്റു സൗകര്യങ്ങളും കൂടിക്കൂടി വരുന്ന ഇക്കാലത്ത് അവയെല്ലാം ഇബാദത്തുകളിൽ കടത്തിക്കൂട്ടുവാനും ഫേസ്ബുക്ക് ജുമുഅ, വാട്സപ്പ് ജുമുഅ എന്നതിനൊക്കെ വഴിവെച്ചു കൊടുത്ത് ജുമുഅ ഓൺലൈനിൽ നടത്താം, മറ്റു നിബന്ധനകൾ പാലിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് ഇബാദത്തുകളെ താങ്കൾ കൊല്ലരുതേ എന്ന് മാത്രം താങ്കൾ ഓർമ്മപ്പെടുത്തുകയാണ്.